മെലാസ്മ എന്ന് കേട്ടിട്ടുണ്ടോ? പലരും കേട്ട് കാണില്ല. പേര് അത്ര കോമൺ അല്ലെങ്കിലും വളരെ കോമൺ ആയിട്ടുള്ള ഒരു സ്കിൻ കണ്ടീഷനാണ് മെലാസ്മ. കരിമംഗല്യം എന്ന് മലയാളത്തിൽ പറയാറുണ്ട്. ഇന്നത്തെ വീഡിയോ മെലാസ്മയെക്കുറിച്ചാണ്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഹലോ എവരിവൺ, ഐ എം ഡോക്ടർ സിഗോസ് കൃഷ്ണ, ഡെർമറ്റോളജിസ്റ്റ്. മെലാസ്മ മുഖത്ത് ഇരു കവിളുകളിലും നെറ്റിയിലും മൂക്കിലും ചിന്നിലുമൊക്കെ കണ്ടുവരുന്ന ബ്രൗൺ ടു ഗ്രേ ബ്രൗൺ കളറിലുള്ള ഇരുണ്ട പാടുകൾ. 30 തൊട്ട് 45 വയസ്സിലുള്ള സ്ത്രീകളിലാണ് ഇത് പ്രധാനമായും കണ്ടുവരുന്നതെങ്കിൽ കൂടി പുരുഷന്മാരിലും ഇത് കണ്ടുവരാറുണ്ട്. ഇത് തികച്ചും ഒരു കോസ്മെറ്റിക് പ്രശ്നമാണ്. മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് ഇത് വഴിവെക്കാറില്ല എങ്കിൽ കൂടി PCOD, തൈറോയ്ഡ് ഡിസോർഡേഴ്സ് മുതലായ ഹോർമോണൽ ഇംബാലൻസ് ഉള്ള ആൾക്കാരിൽ മെലാസ്മ കോമണായി കണ്ടുവരാറുണ്ട്. എന്താണ് മെലാസ്മ? നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു പിഗ്മെൻ്റാണ് മെലാനിൻ. മുടിക്കും സ്കിന്നിനുമൊക്കെ കളർ കൊടുക്കുന്നത് ഈ പിഗ്മെൻ്റ് കൊണ്ടാണ്. മെലാനിൻ ഉണ്ടാകുന്നത് മെലനോസൈറ്റ്സ് എന്ന സെൽസിലാണ്. ഇനി പറയാൻ പോകുന്ന ചില കാരണങ്ങളാൽ ഈ മെലനോസൈറ്റ്സ് സ്റ്റിമുലേറ്റ് ആവുകയും മെലാനിൻ പ്രൊഡക്ഷൻ കൂടുകയും ഈ മേൽപ്പറഞ്ഞ ഭാഗത്ത്, അതായത് മൂക്കിനും നെറ്റിക്കും കവിളുകളിലൊക്കെ പിഗ്മെൻറ്റേഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു. മെലാസ്മയ്ക്കുള്ള കാരണങ്ങൾ എന്തൊക്കെ? ജെനറ്റിക്സ്, ഫാമിലി ഹിസ്റ്ററി. അതായത് നമ്മുടെ ഫാമിലിയിൽ ആയിരിക്കെങ്കിലും മെലാസ്മ ഉണ്ടെങ്കിൽ നമുക്കും മെലാസ്മ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഏതൊക്കെ ഭാഗത്താണ് മെലാസ്മ കൂടുതലായിട്ട് കണ്ടുവരുന്നത് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ആ ഭാഗങ്ങളുടെ പ്രത്യേകത ഒന്ന് ആലോചിച്ച് നോക്കൂ. സൺ എക്സ്പോഷർ കൂടുതലായിട്ടുള്ള ഭാഗങ്ങളാണ് അവ. സോ സൺ എക്സ്പോഷർ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് കോസ്. മറ്റൊരു പ്രധാനപ്പെട്ട കോസാണ് ഹോർമോണൽ ചേഞ്ചസ്. കോൺട്രസെപ്റ്റീവ് പിൽസ് ഉപയോഗിക്കുന്നവരിലും ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി എടുക്കുന്നവരിലും മെലാസ്മ കണ്ടുവരാറുണ്ട്. പ്രഗ്നൻസി ടൈമിലും മെലാസ്മ കോമണായി കണ്ടുവരാറുണ്ട്. ഇതിനെ മാസ്കോ പ്രഗ്നൻസി അഥവാ ക്ലോയാസ്മ എന്നാണ് പറയാറ്. ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടാണ് പ്രഗ്നൻസി ടൈമിൽ ഇത് കണ്ടുവരുന്നത് എന്നതുകൊണ്ട് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഇത് തനിയെ തന്നെ മാറുന്നതാണ്. ഫോട്ടോസെൻസിറ്റീവ് ഡ്രഗ്സ്, ആൻറ്റി എപ്പിലെപ്റ്റിക് ഡ്രഗ്സ് അഥവാ ഫിറ്റ്സിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവരിലും തൈറോയ്ഡ് ഡിസോർഡേഴ്സ് ഉള്ളവരിലും മെലാസ്മ കണ്ടുവരാറുണ്ട്. ചില കോസ്മെറ്റിക് പ്രോഡക്ട്സിനോടുള്ള അലർജിയും സ്ട്രെസ്സും മെലാസ്മയ്ക്കുള്ള സാധ്യതയായി പറയാം. മെലാസ്മ 2 തരമുണ്ട്. ഏറ്റവും പുറമേയുള്ള സ്കിന്നിൻ്റെ ഏറ്റവും പുറമേയുള്ള ലെയർ ഇൻവോൾവ് ചെയ്യുന്നതിന് എപ്പിഡെർമൽ മെലാസ്മ എന്ന് പറയും. ഇതിനെ ട്രീറ്റ് ചെയ്ത് മാറ്റാൻ എളുപ്പമാണ്. എന്നാൽ ഇന്നർ ലെയേഴ്സായ ഡെർമിസ് ഒക്കെ ഇൻവോൾവ് ആയാൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ട്രീറ്റ്മെൻറ്റ് ഓഫ് മെലാസ്മ ഡിപ്പെൻഡ്സ് ഓൺ ദ കോസ്. ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടുണ്ടാകുന്നത് ഹോർമോണൽ കറക്ഷനിലൂടെ ഭേദമാവും. സൺ പ്രൊട്ടക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയാണ്. സോ സൺസ്ക്രീൻ നിർബന്ധമായും യൂസ് ചെയ്യേണ്ടതാണ്. രാവിലെ 11 മണി തൊട്ട് 2 മണി വരെയുള്ള ടൈമിലാണ് മാക്സിമം സൺ എക്സ്പോഷർ ഉണ്ടാകുന്നത്. സോ ഈ സമയത്ത് നിർബന്ധമായും സൺസ്ക്രീൻ ഉപയോഗിക്കണം. നമ്മൾ പുറത്തു പോകുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ സൺസ്ക്രീൻ പുരട്ടുന്നതാണ് ഏറ്റവും ഉചിതം. സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് ഒരു 3 മണിക്കൂർ ഇടവിട്ടിട്ട് വീണ്ടും അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇതിന് പുറമെ ഇത് ക്യാപ്സും അംബ്രല്ലയും ഒക്കെ യൂസ് ചെയ്യേണ്ടതാണ്. മെലാസ്മയ്ക്കുള്ള റിസ്ക് കൂടുതലുള്ളവർ വീട്ടിനുള്ളിലുള്ളപ്പോഴും സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ടതാണ്. SPF 30 അല്ലെങ്കിൽ 50+ ഉള്ള ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീനാണ് ഉപയോഗിക്കേണ്ടത്. പ്രൊട്ടക്റ്റീവ് ക്ലോത്ത്സും അംബ്രല്ലയും മുതലായ മാർഗ്ഗങ്ങളും സ്വീകരിക്കാവുന്നതാണ്. സിങ്ക്, വിറ്റമിൻ A, C, E മുതലായവ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ടോപ്പിക്കൽ ക്രീംസ് ലൈക്ക് കോജിക് ആസിഡ്, എസലൈക് ആസിഡ്, ആർബ്യൂട്ടിൻ, ഗ്ലൈക്കോലിക് ആസിഡ് മുതലായവ മെലാസ്മയ്ക്ക് പ്രയോജനമാണ്. ഡെർമറ്റോളജിക്കൽ പ്രൊസീജിയേഴ്സ് ലൈക്ക് PRP അഥവാ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ, ഡെർമ എബ്രേഷൻ, കെമിക്കൽ പീൽ, ലേസർ മുതലായവ ഇപ്പോൾ ലഭ്യമാണ്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കില്ല എങ്കിലും പലരുടെയും കോൺഫിഡൻസിനെയും മെൻ്റൽ ഹെൽത്തിനെയും ബാധിക്കുന്ന ഒരു സ്കിൻ കണ്ടീഷനാണ് മെലാസ്മ. നിങ്ങളുടെ ഡെർമറ്റോളജിസ്റ്റിൻ്റെ അഡ്വൈസോടുകൂടി ട്രീറ്റ്മെൻറ്റ് കറക്റ്റായ രീതിയിൽ ഉപയോഗിച്ചാൽ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൻ കണ്ടീഷനാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ദിസ് സിഗു സൈനിങ് ഓഫ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.